ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് ട്യൂട്ടോറിയൽ ആണ്. സോ ഇന്നത്തെ സെക്ഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഈവൻറ്റ്സ് ഹാൻഡ്ലിംഗ് ആണ്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ടാപ്പ് ബട്ടൺ എന്ന് പറഞ്ഞൊരു കോമ്പോണന്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നമുക്ക് ബട്ടണിനകത്ത് നമ്മളൊരു ഇവന്റ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവന്റ് നമ്മൾ ആഡ് ചെയ്യണത് നമ്മൾ ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നോർമലി നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ എഴുതുന്നത് എങ്ങനെയാന്ന് പറയാം, ഡോക്യുമെന്റ് ഡോട്ട് query selector all, എന്നിട്ട് നമ്മൾ അതിനകത്ത് query selector allനകത്ത് ബട്ടൺ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ അകത്ത് ആഡ് ഈവന്റ് ലിസണർ പറഞ്ഞ് ഇങ്ങനെ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ശേഷം നമ്മളിവിടെ ഒരു ഫംഗ്ഷനൊക്കെ എഴുതും. ഓക്കെ, ഒരു ഫംഗ്ഷനൊക്കെ എഴുതിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ കോഡ് എഴുതും. ഓക്കെ, സോ ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള നമ്മളെ കോഡ് എഴുതി അതിന് നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ നോക്കും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ നോർമലി എഴുതുന്നത്. പക്ഷെ റിയാക്ടിന്റെ കേസിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. അതിനകത്ത് നമുക്ക് ബട്ടണിനകത്ത് തന്നെ നമ്മളിവിടെ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ഇതിനകത്ത് ഈ ഓൺ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഈവൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഓൺ അബോട്ട്, ഓൺ ആനിമേഷൻ എൻഡ്, പിന്നെ ഓൺ ബ്ലർ, ഓൺ ചേഞ്ച്, ഓൺ ക്ലിക്ക്. സോ നമുക്കിവിടെ വേണ്ടത് ഇപ്പോൾ ഓൺ ക്ലിക്ക് ആണ്. സോ ഓൺ ക്ലിക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് കേർലി ബ്രേസ് നമുക്കിവിടെ കാണാം. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഫംഗ്ഷൻ നെയിമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ അതിന് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ട് ഡീഫോൾട്ട് ഫംഗ്ഷൻ ടാബ് ബട്ടൻ്റെ അകത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ പിന്നെ ഒരു ഫംഗ്ഷൻ എഴുതുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ടണിന് ഇവന്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ. അതിന് നമുക്ക് ഒരു പേര് വല്ലതും കൊടുക്കാം, ഹാൻഡിൽ ക്ലിക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ക്ലിക്ക് ഹാൻഡ്ലർ, നിങ്ങൾക്ക് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഫംഗ്ഷൻ നെയിം ഏതായാലും കുഴപ്പമില്ല. ഇവിടെ കൊടുത്തതിന് ശേഷം ഞാനിവിടെ അലർട്ട്, ഓക്കെ അലർട്ട് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യും, ഇവിടെ ഈ ഫംഗ്ഷൻ നെയിം ഞാനിവിടെ എൻ്റെ ഈ ബട്ടണിലെ ഇവന്റിനകത്ത് ആഡ് ചെയ്യും. ഓക്കെ, സോ അവിടെ ഞാനിവിടെ ക്ലിക്ക് ഹാൻഡ്ലർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യും. ഓക്കെ, ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, കോമ്പോണൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ക്ലിക്ഡ് എന്ന് പറഞ്ഞു വന്ന് JSXൽ വന്നാലും ക്ലിക്ക് തന്നെയാണ് വന്നത്. ഓക്കെ, സോ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ, അതായത് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഈവന്റ് ട്രിഗർ ചെയ്യും. ഓക്കെ, ഈ ഫംഗ്ഷൻ അത് ട്രിഗർ ചെയ്യും. ഇപ്പോൾ ട്രിഗർ ചെയ്യുമ്പോൾ ഇവിടെ അലേർട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈവന്റ് ഹാൻഡ്ലർ സാധാരണ നോർമലി നമ്മൾ എങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ HTML നമ്മൾ ഒരു ഇവന്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫംഗ്ഷനകത്ത് പാരാന്തസിസ് ആഡ് ചെയ്യും, അതായത് ബ്രാക്കറ്റ്സ് ആഡ് ചെയ്യും. ഈ ക്ലോസും ഓപ്പണിംഗ് ആൻഡ് ക്ലോസ് ബ്രാക്കറ്റ് നമ്മളിവിടെ യൂസ് ചെയ്യും. പക്ഷെ ഇവിടെ യൂസ് ചെയ്താലുള്ള പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ റീഫ്രഷ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ട്രിഗർ ചെയ്യും. അതായത് ആക്ച്വലി ഇത് കോമ്പോണന്റ് റീ റെൻഡർ ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ റീ റെൻഡർ ചെയ്യുന്ന ടൈമിൽ ഇവിടെ നമ്മൾ ക്ലോസ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനും കൂടെ ഓട്ടോമാറ്റിക്കലി ട്രിഗർ ചെയ്യും. നമുക്ക് ആക്ച്വലി ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം ഈ ഫംഗ്ഷൻ ഈവന്റ് ട്രിഗർ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ ഓപ്പണും ക്ലോസ് ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോമ്പോണന്റ് റെൻഡർ ചെയ്യുന്ന ടൈമിൽ തന്നെ ഇത് ഈ ഫംഗ്ഷനെ വിളിച്ചുകൊണ്ടിരിക്കും, ഫംഗ്ഷനെ ട്രിഗർ ചെയ്യും. സോ അതുകൊണ്ട് നമ്മളിവിടെ പാരാന്തസിസ് ഇവിടെ ഒഴിവാക്കിയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഓക്കെ, റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായി കോമ്പോണൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്ലിക്ക് എന്ന് പറഞ്ഞാണ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇവന്റ് ഹാൻഡ്ലിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ റിയാക്റ്റിൽ എങ്ങനെ ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത്. ഓക്കെ.